ഇന്ന് വീട്ടമ്മമാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ. നമുക്ക് ഫുഡ് വേസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് കടുത്തുരുത്തിക്കടുത്ത് മുട്ടുചിറയിൽ മിസ്റ്റർ ജോസ് ഒരു ഡിവൈസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ സാധിക്കും. ജോസേ, എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിരിക്കുന്നു. അപ്പം ജോസിൻ്റെ ബയോമാക്സ് ഫുഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡിവൈസാണ് നമ്മൾ ഈ കാണുന്നത്. ജോസ് അതിനെക്കുറിച്ച് നമുക്ക് ജോസിനോട് തന്നെ കൂടുതൽ ചോദിച്ചറിയാം. ജോസ്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതിനകത്ത് മെയിൻ യൂണിറ്റ് ഈ പ്രോസസ്സിങ് കണ്ടെയ്നറാണത്. ഇതിൻ്റെ കീഴെ ഒരു സ്റ്റാൻഡുണ്ട്. ഇതാണ് സ്റ്റാൻഡ്. അത് ഈ പ്രോസസ്സിങ് കണ്ടെയ്നറിൽ നിന്ന് കമ്പോസ്റ്റ് സ്ലറി രൂപത്തിൽ ഇതിലേക്കാണ് വരുന്നത്. ഇതാണ് സ്ലറി കണ്ടെയ്നർ എന്ന് പറയുന്നത്. പിന്നെ ഇത് കിച്ചണിൽ വേസ്റ്റ് ഇട്ട് വെക്കാനായിട്ട് ഒരു ചെറിയ കണ്ടെയ്നർ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇതെല്ലാം കൂടെ കൂടുന്നത് 4 യൂണിറ്റ് കൂടുന്നതാണ് ഇതിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്? ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇതിലാണ് വേസ്റ്റ് ഇടുന്നത്. വേസ്റ്റ് നിക്ഷേപിക്കുന്നതിനകത്താണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കളക്ട് ചെയ്ത വേസ്റ്റ് നമ്മൾ ഇതിലേക്ക് നിരത്തി ഇടണം. ഒരു പോയിന്റിലായിട്ട് കൂട്ടിയിടരുത്. അപ്പോൾ വേസ്റ്റ് ഇട്ടിട്ട് അതിന് വേണ്ടി നിരപ്പിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം. അത് കഴിഞ്ഞിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇതിലിട്ട വേസ്റ്റ് നമ്മൾ അതിൽ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് സ്ലറി രൂപത്തിൽ ഈ ഇരിക്കുന്ന സ്ലറി കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇടുന്ന വേസ്റ്റ് ഇതിനകത്ത് തനിയെ വന്ന് സ്ലറിയായി മാറും. അപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് സ്ലറി രൂപത്തിൽ ഇതിൽ വരും. ഓക്കെ. പിന്നെ ഇത് നമുക്ക് നിറഞ്ഞ് പോകാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഈ ഇൻഡിക്കേഷൻ നമ്മൾ ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് ഇത് പൊങ്ങി ഇപ്പുറത്ത് നമുക്കിത് പൊങ്ങി വരുന്നതായിട്ട് കാണുമ്പോഴേ നമുക്കിത് കാലിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഈ ഡിവൈസ് നമുക്ക് എവിടെ വെക്കാൻ സാധിക്കുന്നത്? ഇത് നമുക്ക് വർക്ക് ഏരിയയിൽ വെക്കാം. പിന്നെ നമുക്ക് അടുക്കളയോട് ചേർന്ന് പുറത്ത് ഷെയ്ഡൊക്കെ ഉള്ള പോർഷൻ ഉണ്ടല്ലോ, ഓക്കെ, അങ്ങനെയുള്ളിടത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് മഴ കണ്ടിന്യൂസ് ആയിട്ട് കൊള്ളരുത്, വെയിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊള്ളരുത്. ഒരു ഷെയ്ഡി വെക്കണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിലോ ബാൽക്കണിയൊക്കെ വയ്ക്കാം. ഓക്കെ. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ്, എന്തൊക്കെ ഇടാൻ പറ്റുന്ന സാധനങ്ങൾ? ഇതിനകത്ത് കിച്ചൺ വേസ്റ്റ് കംപ്ലീറ്റ് സാധനം ഇടാം. അതായത് മെയിനായിട്ട് ആൾക്കാർ ചോദിക്കുന്നത് മുട്ടത്തൊണ്ട് ഇടാവോ, നാരങ്ങാത്തൊണ്ട് ഇടാവോ, ഫുഡിലുണ്ടാകുന്ന ഓയിൽ കണ്ടൻസ് ഇടാമോ, അങ്ങനെയുള്ള എല്ലാം ഇടാം. ഇങ്ങനെയുള്ള എല്ലാം ഇടാം. അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് മുട്ടത്തൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടിടാം. പിന്നെ ചക്കമടലൊക്കെ ഇടുന്നുണ്ട്. ചക്കമടലൊക്കെ ചെറിയ പീസാക്കി ഇടണം. ഒരു 1 ഇഞ്ച് ഒക്കെ ഉള്ളൊരു സൈസിലിടണം. പിന്നെ അതിനകത്ത് മത്തങ്ങയുടെ ഇതൊക്കെ ഉണ്ടല്ലോ, അത് വലിയ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ത് സാധനം ഇടാം. കിച്ചൺ വേസ്റ്റ് കംപ്ലീറ്റ് സാധനം ഇടാം. അപ്പോൾ അതെല്ലാം ഡീകമ്പോസ് ചെയ്ത് നമുക്ക് കമ്പോസ്റ്റ് സ്ലറി രൂപത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫ്ലാറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സ്ലറി അങ്ങോട്ട് എന്ത് ചെയ്യും? ഫ്ലാറ്റിൽ ഇപ്പോൾ നമുക്ക് ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ ഡ്രെയിനേജിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഒക്കെ ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് വല്ല മെയിൻ്റെനൻസിൻ്റെ എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ഈ ഓസ് മാത്രം ഒരു 4-5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മാറേണ്ടി വരുമായിരിക്കും. അല്ലാണ്ട് വേറെ മെയിൻ്റെനൻസ് ഒന്നും ഇല്ല ഇതിനകത്ത്. അതൊരു ഫ്ലെക്സിബിൾ ഓസാ അല്ലേ? അത് നമുക്ക് തന്നെ മാറിയിടാവുന്നുള്ളൂ. ഈ സ്ലറിയുടെ യൂസേജ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സ്ലറി നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അത് ഏത് പ്ലാന്റിനും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണത്. അത് കൂടാണ്ട് ഇത് നമുക്ക് ഇതിനകത്ത് ലാർവ ഒരു 30 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് ഇത് പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് ഇതിലെ കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കളക്ട് ചെയ്യാം. ഓക്കെ. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡെയിലി ഇതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ അത് നമുക്ക് തിരിച്ചിങ്ങോട്ട് ഊരിയിട്ട് നമുക്കത് കോഴിത്തീറ്റയായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഊരി ഇങ്ങനെ എടുക്കാം. കൊണ്ടുപോയി കോഴിത്തീറ്റയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് ഇവിടെ അതുപോലെ തന്നെ ഫിക്സ് ചെയ്താൽ മതി. തിരിച്ച് കയറ്റി വെച്ചാൽ മതി. നമ്മൾ കൈ കൊണ്ട് തൊടേണ്ട കാര്യം പോലും ഇല്ല. ഓക്കെ. അപ്പോൾ ഇത് കോഴിത്തീറ്റയായിട്ട് നല്ല ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 40% പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതാണത്. ഇത് നമുക്ക് കോഴിക്ക് വളർച്ച കൂട്ടാനും കൂടുതൽ മുട്ടയിടാനായിട്ടും ഒക്കെ ഉപകരിക്കുന്നതാണിത്. കോഴിവളർത്ത ഉള്ളവർക്കുള്ളത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറേ കുറയ്ക്കാം. നമുക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുന്ന അവസ്ഥ കുറേ കുറച്ച് വളത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കൂടാതെ ഇതിൽ നിന്നുണ്ടാകുന്ന പുഴുക്കൾ ഞങ്ങൾ കോഴിക്ക് തീറ്റയായിട്ട് കൊടുക്കും. അങ്ങനെ എല്ലാ രീതിയിലും വളരെ നല്ല ഒരു ഉപകരണമാണ് ഇത് ബയോമാക്സ്. ഈ ബയോമാക്സിൻ്റെ ഈ സെറ്റപ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 1 വർഷത്തിൽ കൂടുതലായി ഇതിവിടെ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഐ എം മോസ്റ്റ് ഹാപ്പി ആൻഡ് വളരെ നല്ല പെർഫോമൻസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലറി ഇവിടെ വെജിറ്റബിൾ ഗാർഡന് വേണ്ടിയിട്ട് വളരെ ഉപകാരമാണ്. ഇവിടെ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും സ്ലറി കിട്ടുന്നുണ്ട്. അത് അതിൻ്റെ 5 ഇരട്ടി വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് ഇടുന്നത് കൊണ്ട് വളരെ നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്. ഗാർഡൻ ആസ് സച്ച് നല്ല പച്ചപ്പായിട്ട് വരുന്നുണ്ട്. പിന്നെ മറ്റ് ചെടികൾക്കും ഈ സ്ലറി ഉപയോഗിക്കുന്നുണ്ട്.
ടോട്ടലി പറഞ്ഞാൽ ഈ സെറ്റപ്പ് കൊണ്ട് എനിക്ക് വളരെ ഹാപ്പിയാണ്, വളരെ ലാഭകരമാണ്. പിന്നെ സ്മെല്ലില്ല, അടുത്ത് ആളുകൾക്ക് താമസിക്കുന്നതിനോ വീടിനെ പറ്റ വയ്ക്കുന്നതിനോ യാതൊരു വിഷമവും കാണുന്നില്ല. മറ്റ് ചിലവുകളില്ലാതെ കിച്ചൺ വേസ്റ്റിന് ശാശ്വതമായ പരിഹാരം ബയോമാക്സ്. ബയോമാക്സിനൊപ്പം നല്ല വളവും കോഴിത്തീറ്റയും.